ഹായ് ഫ്രണ്ട്സ്, ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ ചെയ്യുന്ന പോലത്തുള്ള ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനത്തെ ഓപ്പറേഷൻസ് നമുക്ക് പ്രോഗ്രാമിങ്ങിലും ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ മറ്റു പല ഓപ്പറേറ്റേഴ്സും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് ഓരോന്നും ഒരു എക്സാമ്പിൾ വഴി എന്തൊക്കെയാണെന്ന് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഡീഷനാണ്. അപ്പോൾ ഒരു അഡീഷൻ ഓപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു വേരിയബിൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫൈൻ ചെയ്യണം. പിന്നെ അതുപോലെ മറ്റൊരു വേരിയബിൾ വൈ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നു. നമുക്കിതിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്കിവിടെ എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്താൽ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സം ഇവിടെ കിട്ടുന്നതാണ്. ഇതിൽ നമ്മുടെ പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ. ഈ എക്സ് ആൻഡ് വൈ ആണ് നമ്മുടെ ഓപ്പറൻസ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിൽ അതേ കൺസെപ്റ്റാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല ഇക്കാര്യത്തിൽ. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് റിസൾട്ട് 30 എന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ കുറച്ചൊരു വീഡിയോസിൽ നമ്മൾ കൂടുതലും ജാവാസ്ക്രിപ്റ്റിൻ്റെ കോർ ലാംഗ്വേജ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ index.html അതിൽ വേറെ HTML-ഒന്നും കൊടുക്കാത്തത്. ഈ കൺസെപ്റ്റ് മനസ്സിലായതിന് ശേഷമായിരിക്കും നമ്മൾ HTML-ലുള്ള ബാക്കി കാര്യങ്ങൾ പഠിക്കുക. ഇത് പ്ലസ് ഓപ്പറേഷനാണ് ഇവിടെ നടന്നത്, അതായത് അരിത്തമെറ്റിക് സം. പിന്നെ അതുപോലെ നമുക്ക് പ്ലസ് ഓപ്പറേഷൻ നമ്പേഴ്സിൽ മാത്രമല്ല, നമുക്ക് സ്ട്രിങ്സിലും ഇത് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുള്ള നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുക്കുന്നു, ഹലോ എന്ന് പറഞ്ഞ്. മറ്റൊരു നെയിം കൊടുക്കുന്നു, വേൾഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ അരിത്തമെറ്റിക് സമ്മ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ നെയിം പ്ലസ് അനദർ നെയിം എന്ന് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ അരിത്തമെറ്റിക് കൊടുത്ത പോലെ തന്നെയാണ്. ഇത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പ്ലസ് ഓപ്പറേറ്റർ അതിൻ്റെ നമ്മുടെ ഇൻപുട്ടിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്പറിൽ നിന്നും സ്ട്രിങ് ആയി മാറിയപ്പോൾ അത് വർക്ക് ചെയ്ത രീതി മാറി. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു സ്ട്രിങ്ങിൽ ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നതിന് പൊതുവെ പറയുന്ന പേരാണ് സ്ട്രിങ് കോൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിങ്ങിലാണ് ഈ ഒരു നമ്പർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ഒരു സ്ട്രിങ് രണ്ടും ഒന്നായിട്ടായിരിക്കും വരുന്നത്. നമുക്കൊരു സമ്മൊന്നും കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ക്യാരക്ടർ സ്ട്രിങ്ങിന് പകരം നമ്പറാണ് ഇവിടെ കൊടുത്തതെന്ന് ഇരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരെണ്ണം സ്ട്രിങ്ങും ഒരെണ്ണം നമ്പറുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇപ്പോഴും അതൊരു സ്ട്രിങ് ആണ് വന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ആക്ച്വലി ഒരു നമ്പർ കൊടുത്താലും കാൽക്കുലേഷൻ അതൊരു സ്ട്രിങ് കോൺകാറ്റിനേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ ഒരു അരിത്തമെറ്റിക് സം അവിടെ നടക്കുന്നില്ല. ഇത് പഴയപോലെ ആക്കണം. പിന്നെ ഇതാണ് നമ്മുടെ ബേസിക്കലി അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്സിലെ ബാക്കി ഉള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എക്സ് ബൈ വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിവിഷൻ റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് കൊടുക്കാൻ പറ്റും വേറൊന്നെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതാണ്.
ഇതൊക്കെ മാത്തമാറ്റിക്സ് ഉള്ള അതേ കൺസെപ്റ്റാണ്. അതിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനാണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാർ ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിനോട്ട് ചെയ്യാനായിട്ട്. ഇത് ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. പിന്നെ മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് പവർ കാണാൻ സാധിക്കും. പവർ കാണുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് റേസ് ടു വൈ എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് ഡബിൾ സ്റ്റാർ വൈ എന്നാണ് കൊടുക്കേണ്ടത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കിട്ടിയത് ഒരു വലിയ റിസൾട്ടാണ്. നമുക്ക് വേണമെങ്കിൽ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 25 കിട്ടി. അതായത് 5⁻² എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇതൊരു അധികം റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണിത്. വളരെ പഴയ ജാവാസ്ക്രിപ്റ്റിലൊന്നും ഇതുണ്ടായിരുന്നില്ല. ഒരുപാട് പഴയ ബ്രൗസേഴ്സൊന്നും ഈ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇത് പവർ കാണാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു കഴിഞ്ഞതാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യുന്നു. അതായത് ഈ ഈക്വൽ ടു ഓപ്പറേറ്ററിനെ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, മറ്റൊരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈക്വാലിറ്റി, രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ഈക്വൽ ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ഈക്വൽ ടു ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മളിവിടെ പുതിയ രണ്ട് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നു. p ഈക്വൽ ടു 10 എന്നും q ഈക്വൽ ടു 20 എന്നും ഡിഫൈൻ ചെയ്യുന്നു. ഇതൊരു കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു കോഡിങ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ പ്രൊജക്ട്സിലൊന്നും നിങ്ങളിങ്ങനെ ഒരു പേര് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാവാനായിട്ട് വളരെ മിനിമലായിട്ടുള്ള എക്സാമ്പിൾസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ, അതായത് p q എന്ന് പറയുന്ന വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് p ഡബിൾ ഈക്വൽ ടു q. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫാൾസ് എന്ന് കിട്ടി. അപ്പോൾ ഈക്വാലിറ്റി ഓപ്പറേറ്റർ എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ബൂളിയൻ ആയിരിക്കും, either ട്രൂ ഓർ ഫോൾസ്. അതാണ് ഈക്വാലിറ്റി ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പം ഇനി ഇത് ഞാൻ ക്യൂയുടെ വാല്യൂ 10 തന്നെ ഇവിടെ ആക്കുവാണ്. അപ്പോൾ എന്താണ് റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ട്രൂ എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ, ഇപ്പോൾ രണ്ടും നമ്പേഴ്സാണ്, പിയും ക്യൂവും. ഞാനതിനൊരു സ്ട്രിങ് വാല്യൂ ആയിട്ട് മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഈക്വാലിറ്റി ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ട്രൂ എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വാല്യൂ സെയിം ആണെങ്കിലും ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഇതൊരു സ്ട്രിങ്ങും മറ്റേതൊരു നമ്പറുമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ടൈപ്പും കൂടി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ ഈക്വൽ ടു. ട്രിപ്പിൾ ഈക്വൽ ടുവിനെ പറയുന്നതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ നമുക്ക് വാല്യൂവും ടൈപ്പും ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വാല്യൂ ഫാൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ ഈക്വൽ ആണെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും ഡാറ്റ ടൈപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഫാൾസ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഈ ഈക്വാലിറ്റി ഓപ്പറേറ്ററിൽ
ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ട്രൂ ആയിരിക്കും വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ വാല്യൂ ട്രൂവും രണ്ടാമത്തെ നമ്മുടെ ഐഡൻറ്റിറ്റി ചെക്കിങ് ഫോൾസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐഡൻറ്റിറ്റി ചെക്കിങ് ട്രൂ ആകണമെങ്കിൽ നമുക്ക് ഈ ടൈപ്പും കൂടി സെയിം ആയിരിക്കണം. ഇത് ഇനി രണ്ട് റിസൾട്ടും ട്രൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും ട്രൂ ആയിട്ട് കിട്ടി. ഇപ്പോൾ ഇതാണ് നമുക്ക് ഈക്വാലിറ്റി ചെക്കിങ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണിത്. പിന്നെ അതുപോലെ അടുത്തൊരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഈക്വൽ, അതായത് രണ്ട് വാല്യൂസ് ഈക്വൽ അല്ല എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നോട്ട് ഈക്വൽ ടു. ഇപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കണതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു നേരത്തെ കൊടുത്ത ഒരു സെയിം വാല്യൂ തന്നെ നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് നോട്ട് ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ ഇതാണ് നമ്മുടെ ആ നോട്ട് ഈക്വൽ ടു എന്നുള്ള ആ ഒരു സിമ്പിള്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് ട്രൂ എന്ന് വന്നു. കാരണം പിയുടെ വാല്യൂ 1000ഉം ക്യൂയുടെ വാല്യൂ 100ഉമാണ്. അപ്പോൾ പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒന്ന് ഈക്വലായിട്ട് വെച്ച് നോക്കാം. അപ്പോൾ വാല്യൂ ഈക്വൽ ആകുമ്പോൾ നമുക്കത് ഫാൾസ് എന്ന് വന്നു. കാരണം നോട്ട് ഈക്വൽ ടു എന്ന കണ്ടീഷൻ ചെക്കിങ് ഫാൾസ് ആയി പോയിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെക്കിങ്ങിനെ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ട്രിപ്പിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്ന അതേ മീനിങ് ആണ് ഇവിടെ നോട്ട് ഈക്വൽ ടുവിൽ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്താൽ. കാരണം ഇവിടെ ഡബിൾ ഈക്വൽ ടു വരുമ്പോൾ അത് ടൈപ്പ് ചെക്കിങ് കൂടി നടത്തുന്നതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു വേരിയബിൾ സെറ്റ് ഒരു ബൂളിയൻ വാല്യൂ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ നോട്ട് വാല്യൂ അല്ലെങ്കിൽ നെഗേഷൻ വാല്യൂ എന്ന് പറയാം. നോട്ട് വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നോട്ട് ഓഫ് മൈ ബൂളിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് വാല്യൂ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫാൾസ് എന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ട്രൂ വാല്യൂ ആണ് കൊടുത്തത്. ട്രൂ വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഫാൾസ് ആക്കി വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഫാൾസ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ ആയിട്ടുള്ള ട്രൂ വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ നോട്ടും അല്ലെങ്കിൽ ഡസ് നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഉള്ള ഓപ്പറേറ്റേഴ്സ്. പിന്നെ നമുക്ക് വേറെ മറ്റു പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് വാല്യൂസ് ചെക്ക് ചെയ്യാനായിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ പല ടൈപ്പ് ഓഫ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു വാല്യൂ മറ്റൊരു വാല്യൂ നിന്ന് വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ അല്ലെങ്കിൽ ഈക്വലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് പിൻ്റെ വാല്യൂ ക്യൂവിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ക്യൂവിനോട് സമമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് വാല്യൂ ട്രൂ ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പിൻ്റെ വാല്യൂ 10 ആണ്. 10 എന്ന് പറയുന്ന വാല്യൂ 100നേക്കാളും ചെറുതും അല്ലെങ്കിൽ ഈക്വൽ എന്നാണ് അതിൻ്റെ വാല്യൂ മീനിങ്. അതായത് ഇവിടെ നമ്മൾ ഒരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ P is less than Q or equal to Q. അതാണ് ഈ ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനൊരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ലെസ് ദാൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഈക്വൽ ടു ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെറുതെ ഈ ലെസ് ദാൻ എന്ന് മാത്രം
യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് ട്രൂ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി നോക്കാം. പിയുടെ വാല്യൂ ഞാൻ 1000 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1000 ഈ ഒരു കണ്ടീഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇതിൽ ഇപ്പോൾ രണ്ടും ഫാൾസ് ആണ് വന്നിരിക്കുന്നത്. കാരണം പി ഈസ് ലെസ് ദാൻ ക്യൂ ഓർ ഈക്വൽ ടു ക്യൂ അല്ല. കാരണം പിയുടെ വാല്യൂ ഇപ്പോൾ ക്യൂവിനേക്കാളും വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫാൾസായി മാറിയിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂസാണ് ഗ്രേറ്റർ ദാൻ വാല്യൂ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന വാല്യൂ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ജനറലി പറയുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ്. ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ കൂട്ടണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിവിടെ പിയുടെ വാല്യൂ കൂട്ടണമെങ്കിൽ നമുക്കിവിടെ പി പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിയുടെ വാല്യൂ ഇവിടെ കൂടുന്നതാണ്. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് പിയുടെ വാല്യൂ ഇപ്പോൾ 1001 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പിയുടെ പ്രീവിയസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ആയിരുന്നു. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു പി പ്ലസ് 1 എന്ന് നമ്മൾ കൊടുക്കുന്നതിന് ഈക്വലൻ്റ് ആണ് ഈ പി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണ് പി മൈനസ് മൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഏതൊരു ഇൻറ്റീജർ വാല്യൂവിലും നമുക്ക് നമ്പർ വാല്യൂവിലും ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ വീണ്ടും 1 മൈനസ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ പി ഈക്വൽ ടു പി മൈനസ് 1 എന്ന് വേണം ഇത് വായിക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. വാല്യൂ പഴയ പോലെ 1000 തന്നെ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 1001 ആണ്. വീണ്ടും നമ്മളിവിടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്തപ്പോൾ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ 1000 എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലസ് ഓപ്പറേഷൻ, അതായത് പി ഈക്വൽ ടു പി പ്ലസ് 1 എന്നൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് മറ്റൊരു ഷോർട്ട് ആൻഡ് സിൻറ്റാക്സിൽ കൊടുക്കാൻ സാധിക്കും. അത് എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു പി പ്ലസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ഇതും നമ്മുടെ പി ഈക്വൽ ടു പി പ്ലസ് 1 എന്ന് എഴുതുന്നതും ഒരേ മീനിങ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വീണ്ടും 1001 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് മൈനസിനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ ഏത് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഈ സെയിം റിസൾട്ട് തന്നെയാണ്, പക്ഷേ ഇതൊരു ഷോർട്ട് ആൻഡ് സിൻറ്റാക്സ് എന്നാണ് ഇതിന് പറയുന്നത്. അത് പ്രോഗ്രാമിങ്ങിൽ ജനറലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്. പിന്നെ നിങ്ങളിവിടെ അഡീഷൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ അതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലാണെങ്കിൽ നമുക്ക് 205 അതായത് 205 എന്നാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ആദ്യം നടക്കുന്നത് ഈ ഒരു ഓപ്പറേഷൻ ആയിരിക്കും. കാരണം മൾട്ടിപ്ലിക്കേഷനാണ് പ്ലസിനേക്കാളും പ്രിസിഡൻസ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 205 എന്ന് വന്നിരിക്കുന്നത്. 2 × 100 200 പ്ലസ് 5 ആണ് ഇവിടെ 205 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഓപ്പറേറ്റേഴ്സ്. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ വഴിയെ ഓരോ റിയൽ എക്സാമ്പിൾ
ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ HTML നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇനിയും കമ്പൈൻ ചെയ്ത് കോഡിങ് കുറച്ച് കൺസെപ്റ്റും കൂടി പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നതിന് കമൻസ് എന്നാണ് പറയുന്നത്. കമൻസ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഇതിനെ സിംഗിൾ ലൈൻ കമൻസ് എന്നാണ് പറയുന്നത്. 2 ഫോർവേഡ് സ്ലാഷ് ഇട്ട് കൊടുക്കുന്നതിന് സിംഗിൾ ലൈൻ കമൻറ്റ്. സിംഗിൾ ലൈൻ കമൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ലൈനിൽ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. ആ കമൻസ് നമ്മുടെ ബ്രൗസർ ഒരിക്കലും റീഡ് ചെയ്യില്ല. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ കമൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെ നമ്മൾ മൾട്ടി ലൈൻ കമൻസ് ആണ് ഇതിന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ സ്ലാഷ് സ്റ്റാർ എന്ന് പറഞ്ഞാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് കൊടുത്താണ് അത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര ലൈൻസ് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും, കാരണം അത് മൾട്ടി ലൈൻ കമൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി തന്നെ പഠിക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.